പനിയും തൊണ്ടവേദനയും കടച്ചിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സോമനാഥ് ട്രസ്റ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ലീലാവതി ഭവനിലാണ് റൂമെടുത്തത്. സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണവും ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. പ്രധാനമന്ത്രിയാണ് ട്രസ്റ്റ് ചെയർമാൻ. ഡബിൾ റൂമിന് 1200 രൂപ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള റൂമാണ്. ഞങ്ങൾ വേഗം തന്നെ ബാഗിൽ റൂമിൽ വെച്ച് റൂം ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. അത്യാവശ്യമായി ജയേഷിനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ലീല കോട്ടേജിൻ്റെ മുൻപിൽ ധാരാളം ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോയിൽ കയറി ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർ ഞങ്ങളെ വൈരാവിലേക്ക് കൊണ്ടുപോയി. 7 കിലോമീറ്റർ ഉണ്ട് വൈരാവിലേക്ക്. ശിവ എന്ന ക്ലിനിക്കിൻ്റെ മുൻപിൽ ഓട്ടോ നിർത്തി അയാൾ ഞങ്ങളെയും കൂട്ടി അകത്തേക്ക് നടന്നു. റിസപ്ഷനോട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതെന്നും സോമനാഥ് ദർശനത്തിൽ എത്തിയവരാണെന്നും പറഞ്ഞു. ധാരാളം പേഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനുള്ള അവസരം ലഭിച്ചു. ജയേഷിനെ പരിശോധിക്കുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള പുതിയ രാജ്യസഭാംഗമായ സദാനന്ദൻ മാഷിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡോസ് മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ജയേഷിന് ആശ്വാസമായി. ഓട്ടോ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് സോമനാഥിലേക്ക് വരുന്ന വഴി ഞാൻ ചുറ്റുപാടും നോക്കി. വലിയ വികസനമൊന്നും ഇല്ലാത്ത സ്ഥലം. റോഡിൻ്റെ ഇരുവശവും വലിയ ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഊട്ടിയാടാണ്. വൈരാവിൽ നിർമ്മാണത്തിൻ്റെയും റിപ്പയറിങ്ങിൻ്റെയും കേന്ദ്രമാണെന്ന് ഡ്രൈവർ പറഞ്ഞു. സമയം 7 മണിയായിരുന്നു. 7 മണി മുതൽ 8 മണി വരെ ലൈറ്റ് ഷോ ഉണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയപ്പോൾ ഏതാണ്ട് ലൈറ്റ് ഷോ അവസാനിക്കുന്നതിനുള്ള സമയമായി. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടക്കണം ക്ഷേത്രത്തിലെത്താൻ. വിശാലമായൊരു പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് അറ്റത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. മൊബൈലും ലഗേജുകളും സൂക്ഷിക്കാൻ പ്രത്യേകം കൗണ്ടറുകളുണ്ട്. അവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് നടന്നു. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമേ അകത്തേക്ക് കടത്തിവിടൂ. അതിഗംഭീരമാണ് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ധാരാളം തൂണുകളും വലിയ ശിവലിംഗത്തിന് പിന്നിലായി പാർവതി ദേവിയുടെ വിഗ്രഹം. അലങ്കാരങ്ങൾ മാറ്റി ജലാഭിഷേകം നടക്കുന്ന സമയമാണ്. 10 മണിയോടെ ക്ഷേത്രം അടയ്ക്കും. ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി. രാത്രിയായതോടെ കടകൾ അടച്ച് കച്ചവടക്കാർ പോകാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ റൂമിലേക്ക് കടന്നു. ജയേഷിൻ്റെ പനിയും തൊണ്ടവേദനയും നന്നായി കുറഞ്ഞിരുന്നു. അതിരാവിലെ തന്നെ ഞങ്ങൾ പോകാൻ തയ്യാറായി. കടകളൊക്കെ തുറന്നു തുടങ്ങിയതേ ഉള്ളൂ. പൂജാപുഷ്പങ്ങൾ വിൽക്കുന്നവർ പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓരോ മാലകൾ വാങ്ങി. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും വിശാലമായ പ്രദേശമാണ്. തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട്. വഴിപാട് കൗണ്ടറിൽ നിന്ന് ഗംഗാജലത്തിൽ അഭിഷേകത്തിലുള്ള രസീത് എടുത്തു. ഞങ്ങൾ 2 പിച്ചള കുടങ്ങളിൽ ഗംഗാജലം തന്നു. ഞങ്ങൾ അതുമായി ക്ഷേത്രത്തിലേക്ക് കയറി. ശ്രീകോവിലിന് മുൻപിലായ ഒരു പിച്ചള ജലസംഭരണിയുണ്ട്. കുടത്തിലെ ജലം അതിലേക്കൊഴിക്കണം. ഒരു പുരോഹിതൻ പറഞ്ഞു. ഈ ജലം ഒരു ഓവ് വഴി ധാരധാരയായി ശിവലിംഗത്തിൽ വീഴുമെന്നും അദ്ദേഹം പറഞ്ഞു. ധാരാളം ഭക്തജനങ്ങൾ ദർശനത്തിനുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരം കിട്ടി. കുറച്ച് ഭക്തർ മണ്ഡപത്തിൽ ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് നമസ്കാരവും ചെയ്ത് പുറത്തിറങ്ങി. പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. പ്രദക്ഷിണ വഴികൾ അതിമനോഹരമാണ്. ക്ഷേത്രത്തിന് പിൻഭാഗം കടലാണ്. അവിടേക്ക് ചെല്ലാൻ നടപ്പാതയുമുണ്ട്. അതിമനോഹരമാണ് ക്ഷേത്രം. കാൽപ്പനികതയിലും പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ചേർന്നിരിക്കുന്ന പുരാതന മഹാക്ഷേത്രം. സത്യയുഗത്തിൽ ചന്ദ്രദേവൻ സ്വർണം കൊണ്ടും, ത്രേതായുഗത്തിൽ രാവണൻ വെള്ളി കൊണ്ടും, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ മരം കൊണ്ടും, സ്വാതന്ത്ര്യാനന്തരം സർദാർ വല്ലഭായ് പട്ടേൽ പുനർനിർമ്മിച്ചതുമായ പുരാതന ക്ഷേത്രം. ആരാണ് സ്ഥാപിച്ചതെന്ന് ഇന്നും അജ്ഞാതമായി തുടരുന്ന മഹാക്ഷേത്രം. സോളങ്കി ശില്പകലയിൽ രുദ്രമാല സംവിധാനത്തിലാണ് ക്ഷേത്ര നിർമ്മാണം. ഭാരതത്തിലെ വൈദേശിക ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്ന മഹാക്ഷേത്രമാണ് ശ്രീ സോമനാഥ ക്ഷേത്രം. സോളങ്കി രാജവംശത്തിൻ്റെ ഭരണകാലം സോമനാഥിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നു. 1025 മുഹമ്മദ് ഗസ്നി ക്ഷേത്രം ആക്രമിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിന് 10,000 ഗ്രാമങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു. നിത്യവും ഗംഗയിൽ നിന്ന് അഭിഷേക ജലവും കാശ്മീരത്തിൽ നിന്ന് പൂജാപുഷ്പങ്ങളും എത്തിയിരുന്നു. 1000-ലധികം പുരോഹിതന്മാർ. തീർത്ഥാടകർക്ക് ക്ഷൗരം ചെയ്യാൻ 300-ലധികം ചുരകർ. 200 മണ്ണ് സ്വർണത്തിൽ തീർത്ത ചങ്ങല. 50-ലധികം രത്നാങ്കിത സ്തൂപങ്ങൾ. മുഹമ്മദ് ഗസ്നി സോമനാഥിൽ നിന്ന് കൊള്ള ചെയ്ത മുതൽ കൊണ്ടുപോകാൻ 6 മാസം എടുത്തു എന്നത് ചരിത്രം. 1025 ഗസ്നിയുടെ ആക്രമണം. ഗസ്നി തകർത്ത ക്ഷേത്രം 1169 സോളങ്കി രാജവംശത്തിലെ കുമാരപാലൻ പുനർനിർമ്മിച്ചു. 1300
അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ ആലം ഖാൻ വീണ്ടും തകർത്തപ്പോൾ ചൂഡാൻ വംശത്തിലെ മഹിപാലൻ വീണ്ടും ഉയർത്തി. 1390 മുസാഫർ ഷാ ഒന്നാമൻ, 1490 മുഹമ്മദ് ബഗേറ, 1530 മുസാഫർ രണ്ടാമൻ, 1701 ഔറംഗസീബ് എന്നിങ്ങനെ പലതവണ ക്ഷേത്രം തകർക്കപ്പെട്ടു. ഓരോ തവണയും ക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയോടെ ഉയർത്തെഴുന്നേറ്റു. 1783 മറാത്ത ഭരണാധികാരി റാണി അഹല്യാബായ് ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ചു. 1947 സ്വാതന്ത്ര്യാനന്തരം സർദാർ വല്ലഭായ് പട്ടേൽ ക്ഷേത്രം നവീകരിച്ചു. 1951 പുനഃപ്രതിഷ്ഠ നടത്തി ഭാരതത്തിൻ്റെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ഷേത്രം ഔദ്യോഗികമായി ഭക്തർക്കായി തുറന്നുകൊടുത്തു. ശ്രീ സോമേശ്വരനെ ഒരിക്കൽ കൂടി തൊഴുതു ഞങ്ങൾ റൂമിലേക്ക് പോയി. 9 മണിയോടെ റൂം വെക്കേറ്റ് ചെയ്ത് സോമനാഥ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഏകദേശം 270 കിലോമീറ്റർ ഉണ്ട് ഭാവനഗർ എന്ന പട്ടണം. അവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ശ്രീ നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം. സോമനാഥിൽ നിന്ന് രാവിലെ 11 മണിയോടെ ഭാവനഗറിലേക്കുള്ള ബസ് വന്നു.